നെക്കിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആങ്കറിൻ്റെ കോട്ടൺ ത്രെഡ്സാണ് എടുത്തിരിക്കുന്നത്, പിന്നെ നോർമൽ നീഡിലും. ആദ്യം തന്നെ നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റഫായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ നെക്ക് മാർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ മുൻപിട്ടിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളുടെ ഒരു ഡിസൈൻ വരുമ്പോൾ. നിങ്ങൾ മെറ്റീരിയൽ ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് ചെയ്യണം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് റെഫറൻസ് കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിതുപോലെ ചെറിയ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ടുള്ള ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം ആ ഔട്ട്ലൈൻ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 സ്ട്രാൻഡ്സിലാണ് ത്രെഡ് എടുത്തിരിക്കുന്നത്. 4 സ്ട്രാൻഡ്സിൽ വേണമെങ്കിൽ എടുക്കാം, 3 സ്ട്രാൻഡ്സിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. സിൽക്ക് ത്രെഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു 5 സ്ട്രാൻഡ്സിലൊക്കെ എടുക്കാം കേട്ടോ. നമുക്കിതുപോലെ ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി അടുത്തതെടുക്കണം. വീണ്ടും അതിനുള്ളിൽ കൂടി അടുത്ത സ്റ്റിച്ച് ചെയ്യണം. പിന്നെ വീണ്ടും അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് അടുത്ത സ്റ്റിച്ച്. എങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഔട്ട്ലൈൻ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുക്കണം. വളരെ സിമ്പിളാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി എംബ്രോയ്ഡറി പഠിച്ചിരിക്കണമെന്നൊന്നുമില്ല. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെയും ചെയ്യാൻ പറ്റും. അത്രയ്ക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണേ. ഇതുപോലെ ഉള്ളിൽ കൂടി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ മതി. കേട്ടോ, ആ ഔട്ട്ലൈൻ ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ റെഫറൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. മെറ്റീരിയൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ പടം ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ആ ഫ്ലവറിൻ്റെ സ്റ്റെം ഒന്ന് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ചെയിൻ സ്റ്റിച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് ഇനി നമുക്ക് അതിനൊരു ലീഫ് പോലെ കൊടുക്കണം. ലീഫ് കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച്, അത്രയേ ഉള്ളൂ. ഇതുപോലെ ഒരു 2 സൈഡിലായിട്ട് 2 സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് കണ്ടോ, എത്ര സിമ്പിളാണെന്നറിയോ. കണ്ടോ, നമ്മുടെ ലീഫും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ റൗണ്ടിൻ്റെ ഭാഗം നമുക്ക് ഫ്ലവർ ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ പിന്നെ ഫ്രഞ്ച് നോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് 6 സ്ട്രാൻഡ്സിലാണ് ഞാൻ ത്രെഡ് എടുത്തിരിക്കുന്നത്. സിൽക്ക് ത്രെഡ്സ് ആണെന്നുണ്ടെങ്കിൽ 8 സ്ട്രാൻഡ്സിൽ എടുക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, സിൽക്ക് ത്രെഡ്സ് എടുക്കുന്നതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണണം, അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുക കേട്ടോ. ഇതുപോലെ നമ്മുടെ റൗണ്ട് ഫുള്ള് നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ചെയ്ത് കൊടുക്കണം. സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്ന വിധം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവർ കണ്ടു നോക്കണം. ഇനി നമുക്ക് ഫുള്ളൊന്ന് ഫ്രഞ്ച് നോട്ട് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ കാണുന്നവർ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്, ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുതേ. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. പലരും ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. നമ്മുടെ ഫ്ലവറിൻ്റെ സ്റ്റിച്ച് കഴിയാറായി. നമുക്ക് കണ്ടോ, കഴിഞ്ഞു. നമ്മളുടെ ഫ്ലവറിൻ്റെ സ്റ്റിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. കണ്ടോ, അതിന് മാച്ചിങ് ആയിട്ടൊരു ഷോള് കൊടുത്തിട്ടുണ്ട്. അതിന് മാച്ചിങ് ആയിട്ട് ബോട്ടം നമ്മൾ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.